ഒരിക്കലുമല്ല. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗ വേദിയിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം സംസാരിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണ സമ്മേളനത്തിലാണ്. ആ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആശയപരമായ പോരാട്ടത്തെക്കുറിച്ചും പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പരാമർശം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഏറ്റവും കുറ്റകരമായ ക്രിമിനൽ വേട്ടയാടലിന് വിധേയനായ വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ആശയപരമായ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, രാഹുൽ ഗാന്ധി രാജ്യത്ത് RSS സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ അതിശക്തമായ ആശയ പോരാട്ടം നടത്തുന്ന ആളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. കേരളത്തിൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വേട്ടയാടിയ ഒരു പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? അതാണ് അദ്ദേഹം നിർവഹിച്ചത്. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിൽ CPM-നെതിരെ രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസ് പാർട്ടി നടത്തുന്നുണ്ട്. ആ LDF-നെതിരായ രാഷ്ട്രീയ പോരാട്ടം നടത്തി തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നും വിജയിച്ചു വന്നത്. അല്ല, രാഹുൽ ഗാന്ധിയുടെ മത്സരിച്ച സമയത്ത് മതേതര ജനാധിപത്യ പോരാട്ടം ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രമുഖനായ നേതാവെന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് അവർ മത്സരരംഗത്തുനിന്നും മാറി നിന്നില്ല. അങ്ങനെ മാറി നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. കാരണം കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ആശയവും CPM പ്രതിദാനം ചെയ്യുന്ന ആശയവും ഒന്നല്ലല്ലോ. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും യോജിപ്പുണ്ടെങ്കിലും വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രവും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും വ്യത്യസ്തമായ ആശയധാരയുമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദിയിൽ അദ്ദേഹം ഏറ്റവും ശക്തമായി എതിർക്കുന്ന സംഘപരിവാർ ആശയത്തെ സൂചിപ്പിച്ചോടൊപ്പം തന്നെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ ആശയധാരയെക്കുറിച്ചുകൂടി പരാമർശിച്ചു. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിപരമായ വേട്ടയാടൽ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ലിജു പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ വിമർശനം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമുള്ള ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമാണ്, അല്ലാതെ സൈദ്ധാന്തിക വിമർശനമല്ല. സൈദ്ധാന്തികം അല്ല, അതിനാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വിമർശനം എന്നുള്ളതിനാണ് കൂടുതൽ പ്രസക്തി. പക്ഷെ സൈദ്ധാന്തികമായി ചിന്തിച്ചാൽ തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആശയധാരയാണോ ശ്രീ രാഹുൽ ഗാന്ധി വെച്ച് പുലർത്തുന്നത്? കോൺഗ്രസ് ആശയധാരകൾ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് ആശയധാരകളുമായി യോജിക്കുന്നതാണോ? ഇപ്പോൾ യോജിക്കാവുന്ന മേഖലകൾ, ഇപ്പോൾ മതേതരത്വം നമുക്ക് യോജിക്കാവുന്ന മേഖലയാണ്. സ്ഥിതി സമത്വം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥിതി സമത്വ ആശയം തന്നെ അത് വിപ്ലവത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ളതല്ല, ജനാധിപത്യത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ പോലും സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിനകത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ വ്യത്യസ്തമായൊരു പാതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, രാഹുൽ ഗാന്ധി CPM-നെതിരെ ഉയർത്തിയ വിമർശനത്ത് അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രസക്തമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സൈദ്ധാന്തികമായി ചിന്തിച്ചാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയധാര അല്ല കോൺഗ്രസ് പിന്തുടരുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അത് വ്യക്തമായൊരു കാര്യമാണല്ലോ. അതും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവാം.